അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനഭാഗം. യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യരായിരിക്കും. അന്ന് അനേക യഹൂദന്മാര് യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കണ്ട് യേശു ക്രിസ്തു വിശ്വസിക്കുകയൊക്കെ ചെയ്തു. വിശ്വസിക്കുന്നവർ അനേകരുണ്ടെങ്കിലും ശിഷ്യന്മാരായവർ വളരെ കുറവാണ്. യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ ശിഷ്യനാകാതെ എങ്ങനെയാ ശിഷ്യനാകുന്നത്? എൻ്റെ വചനത്തിലൂടെയോ ശിഷ്യനാകാൻ കഴിയത്തുള്ളെന്ന യേശു പറഞ്ഞത്. വിശ്വസിക്കുന്ന അനേകരുണ്ട്. അബ്രാഹാമിനെ കുറിച്ച് നമുക്ക് നോക്കിയാൽ, അബ്രാഹാം കർത്താവിൽ വിശ്വസിച്ചു. എന്നാൽ തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ വേണ്ടി യാഗപീഠത്തിൽ കിടത്തുന്നോടം വരെ അബ്രാഹാമിനെ ദൈവം വിശ്വസിച്ചില്ല. അബ്രാഹാം യാഗപീഠത്തിൽ മകനെ കിടത്തിക്കഴിഞ്ഞപ്പോൾ അബ്രാഹാം അരുത് എന്ന് പറയുന്ന ശബ്ദമാണ് കേൾക്കാൻ ഇടവന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസിയാകാൻ എളുപ്പമാണ്. യേശു കർത്താവ് തന്നെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന്. അനേകർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും കർത്താവ് അവരെ വിശ്വസിക്കുന്നില്ല. കാരണം അവർ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ശിഷ്യനാകുകയുള്ളൂ. അതിന് നമ്മൾ എന്തു ചെയ്യണം? ഒന്ന്, നമ്മൾ വചനം വായിക്കണം. 2, വചനം അന്വേഷിക്കണം. 3, വചനം ഭക്ഷിക്കണം. 4, വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. 5, വചനം പൂർണ്ണ മനസ്സോടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. 6, വചനം നമ്മൾ എപ്പോഴും പരിശോധിച്ച് നോക്കണം. 7, വചനം ഗ്രഹിച്ച് ആ വചനത്തിന്റെ അകത്തേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് നിർത്തണം. ഇങ്ങനെ വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം, ഈ വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയും. മത്സ്യം വെള്ളത്തിലാണ് കിടക്കുന്ന. മത്സ്യത്തിന് വെള്ളമുണ്ടെങ്കിലോ മത്സ്യം നിലനിൽക്കത്തുള്ളൂ. മനുഷ്യന് ഓക്സിജൻ വേണം. എന്നാൽ വിശ്വാസി നിലനിൽക്കണമെങ്കിൽ അവന് വചനത്തിൽ ജീവിക്കണം. വിശ്വാസിയുടെ അകത്ത് വചനം എങ്ങനെ കടന്നു വരണം? വചനം ആത്മാവായി വചനം കടന്നു വരണം. യേശു കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം കടന്നുപോയ അപ്പസ്തോലന്മാരുടെ അകത്ത് പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ വചനത്തിൽ നിലനിൽക്കാൻ ഇടവന്നത്. അനേക യഹൂദന്മാരും യേശുവിന്റെ അടുക്കൽ വന്നെങ്കിലും അവർ വചനത്തിൽ നിലനിൽക്കാത്തത് കൊണ്ട് ശിഷ്യനാകാതെ കടന്നു പോകാൻ ഇടവന്നു. ഇന്ന് അനേകം മനുഷ്യരെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. എനിക്ക് വചനത്തിൽ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അകത്തു വന്ന് എൻ്റെ മനസ്സിനെയും ചിന്തയെയും ജീവിതത്തെയും മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം മാറാൻ ദൈവം ഇടയാക്കും. ഒരു നല്ല പ്രഭാതം ദൈവം തരുന്നെങ്കിൽ നമ്മൾ എത്രയേറെ നന്ദി പറയണം. കാരണം ദൈവവചനത്താൽ ഈ അഖിലാണ്ടം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടായതെങ്കിൽ ഈ വചനത്താലാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഈ വചനത്താലാണ് നമുക്ക് ശക്തിയുള്ളൂ. ഈ വചനമാ നമ്മെ നയിക്കുന്നത്. അത് ആത്മാവിലൂടെ മാത്രമേ വചനം നയിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത്
ആത്മാവിലൂടെ ഈ വചനം ക്രിയ ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. നമ്മൾ ശിഷ്യനായി ജീവിക്കണം, നമ്മൾ ശിഷ്യനായി മുന്നോട്ട് പോകണം, അനേകരെ ശിഷ്യന്മാരാക്കണം. അവരുടെ അകത്ത് ഈ വചനം വെളിപ്പെടണം. വചനം നിലനിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന യേശു പറഞ്ഞത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തി എല്ലാവരുടെയും മേലേക്ക് നീ പകർന്നു കൊടുക്കണം. ദൈവശക്തി കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.